ജിസേലും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ജിസേലിന് ആകെ ടെൻഷനായി. രണ്ടുപേരും ബെഡ് മാറാതിരിക്കാനും പറ്റുന്നില്ല, മാറാനും പറ്റാത്തതാണ് ഒരു അവസ്ഥ രണ്ടുപേർക്കും. എന്നാൽ ജിസേൽ എന്നാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർ എന്ത് ധരിക്കും, തെറ്റിദ്ധരിച്ചാലോ എന്ന് വെച്ചിട്ട് അവർ ബെഡ് മാറ്റിയാൽ നമ്മളിനി 2 ബെഡിൽ കിടന്ന പ്രേക്ഷകർ ഇനി ഒന്നും പറയത്തില്ലല്ലോ എന്നാണ് ജിസേൽ പറയുന്നത്. ആര്യൻ്റെ മമ്മിയും പറഞ്ഞ് ബെഡ് മാറ്റാനെന്ന്, രണ്ടുപേരും രണ്ടിടത്ത് കിടക്കുന്നു. ജിസേലിൻ്റെ മമ്മിയും അത് പറഞ്ഞ്. പക്ഷേ ഈ പറഞ്ഞു വരുന്നത് പ്രേക്ഷകർ എന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇനി തെറ്റിദ്ധരിക്കത്തില്ല നമ്മളെ എന്നുള്ള രീതിയിൽ ആക്കി വെക്കുകയാണ്. ആര്യൻ എന്നിട്ട് പറയുന്നത്, നിൻ്റെ അമ്മയുടെ കാല് ഞാൻ തൊട്ട് വീഴ്ത്തിട്ട് പോലും നിൻ്റെ അമ്മേനെ മൈൻഡാക്കാതെ പോയെന്ന്. അപ്പം ജിസേൽ പറയുന്നത്, ഇല്ലടാ അത് മമ്മി കണ്ടില്ല നിന്നേന്ന്. അയ്യോ കണ്ടില്ലെന്നോ, ഞാൻ ഓടി വന്നാണ് കാലിൽ തൊട്ട് വീഴുന്നത്, എന്നിട്ട് എന്നെ കണ്ടില്ലെന്നോ എന്ന് പറയുന്നത്. എന്നെ മൈൻഡ് ആക്കാഞ്ഞത് തന്നെയാണെന്ന് പറയുന്നത്. അല്ല അങ്ങനെ അല്ല, മമ്മി കാണാഞ്ഞിട്ടാണെന്ന് സോറി പറഞ്ഞു മമ്മീന്ന് ജിസേൽ പറയുന്നത്. എന്നെക്കുറിച്ച് ഒരു നല്ലതുപോലും പറഞ്ഞില്ലടാന്ന് ആര്യനോട് ജിസേൽ പറയുന്നത്. ആര്യൻ ചോദിക്കുന്നത്, നിന്നെക്കുറിച്ച് എന്ത് നല്ലത് പറയാനാ, നിനക്ക് എന്ത് നല്ലതാണുള്ളത്, നിനക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ? ജിസേൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു അവൻ അങ്ങനെയൊക്കെ പറയുമെന്ന്. അപ്പോൾ ആര്യൻ പറയുന്നു, ഒരു ക്വാളിറ്റി ഇല്ല നിനക്കെന്ന് പറയുന്നത്. ആര്യൻ യഥാർത്ഥത്തിൽ മമ്മി വന്ന് പറയുന്നതിൻ്റെ തലേന്ന് രാത്രിയിലെ ആര്യൻ തീരുമാനം എടുത്ത് 2 ബെഡിൽ കിടക്കണമെന്ന് ആര്യൻ അക്ബറിനോട് പോയി പറയുകയും ചെയ്ത്, ഞാൻ നിങ്ങളുടെ ബെഡിൽ വന്ന് കിടന്നോട്ടെ എന്ന്. ശരിയെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അക്ബർ ചോദിച്ച്, നീ അങ്ങനെ പെട്ടെന്ന് മാറുമ്പോൾ അത് നിങ്ങൾക്കിടയിൽ അതൊരു ഇതാവത്തില്ലേ, നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന പോലല്ലേ അതൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ പറഞ്ഞു, ഇല്ല അങ്ങനൊന്നുമില്ല, ഞാൻ നാളെ എൻ്റെ സാധനങ്ങളെല്ലാം ആയിട്ട് അവിടെ വന്ന് കിടക്കാമെന്ന്. അടുത്തൊരു ബിഗ് ബോസ് ലൈവുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണ്, പ്ലീസ് സപ്പോർട്ട് ചെയ്യണം.